Hi students, today we are going to discuss about the aromatic electrophilic substitution reaction. Why it is called electrophilic substitution reaction? It is due to the reaction occurs by the attack of an electrophile. അതിന് ഒരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബെൻസീന്റെ മുകളിൽ ഒരു ഇലക്ട്രോഫൈൽ വന്നിട്ട് ബെൻസീന്റെ മുകളിലുള്ള ഒരു ഹൈഡ്രജൻ മാറി അവിടെ ഇലക്ട്രോഫൈല് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന റിയാക്ഷൻ നമ്മൾ പഠിക്കുന്ന അരോമാറ്റിക് ആണ്. അപ്പൊ അരോമാറ്റിക് കോമ്പൗണ്ടിന്റെ മുകളിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അതിൽ സം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഹാലോജിനേഷൻ, നൈട്രേഷൻ, സൾഫണേഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനും ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷനും ആണ് നിങ്ങൾക്ക് ഇതിൽ കാണാനുള്ളത്. അപ്പൊ ജനറൽ മെക്കാനിസം എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ നോക്കാം. ജനറൽ ആയിട്ട് ഓരോന്നിന്റെ കുറിച്ച് പറയുമ്പോൾ ഓരോന്നിന്റെ ഇതിൽ പറയാം. അപ്പൊ ആദ്യം നമുക്ക് ജനറൽ ആയിട്ട് ഇതിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ബെൻസീൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇലക്ട്രോഫൈലായിട്ട് യൂസ് ചെയ്യുന്ന റിയേജന്റ് ആദ്യം എന്ത് ചെയ്യണം? ദാറ്റ് വിൽ പോളറൈസ് ഏജന്റ് ആയിട്ട് മാറണം. ഇലക്ട്രോഫൈലും ന്യൂക്ലിയോഫൈലും ആയിട്ട് മാറണം. എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഇലക്ട്രോഫൈൽ എന്താണ്? അരോമാറ്റിക് റിംഗ് നമുക്കറിയാം ഇറ്റ് ഈസ് എൻ ഇലക്ട്രോൺ റിച്ച് ആണ്. കാരണം പൈ ഇലക്ട്രോൺസ് ഉണ്ട്. സോ എന്താണ്? പൈ ഇലക്ട്രോൺ കൗണ്ടിൽ അരോമാറ്റിക്കിൽ ഇന്ററാക്ഷൻ ആണ് ഉണ്ടാവുന്നത്. ഈ ഇലക്ട്രോഫൈല് പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഓഫ് അരോമാറ്റിക് റിംഗിൽ സം ഇന്ററാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു പൈ കോംപ്ലക്സ് ഫോർമേഷൻ നടക്കും. ഇതാണ് പൈ കോംപ്ലക്സ്. എവിടെ ഒരു ബോണ്ട് ഫോർമേഷൻ നടക്കണം. ജസ്റ്റ് ആ ക്ലൗഡും ഇലക്ട്രോഫൈലും തമ്മിൽ ഒരു ഫോർമേഷൻ, ഒരു ബോണ്ടിങ് ഇല്ല, ജസ്റ്റ് ഒരു കോംപ്ലക്സ് ഫോർമേഷൻ, ദാറ്റ് ഈസ് ദ പൈ കോംപ്ലക്സ് ഫോർമേഷൻ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്? ഈ പൈ കോംപ്ലക്സിന് ഇനി എന്തായിട്ട് മാറും? ഒരു നോൺ അരോമാറ്റിക് കാർബോകാറ്റിയോൺ ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ നടക്കും. നോൺ അരോമാറ്റിക് എന്താണ് നമുക്കറിയാം. 4n+2 ഇലക്ട്രോൺ റൂള് ഒബേ ചെയ്യുന്ന കോമ്പൗണ്ട്സ് ഇസ് ദ അരോമാറ്റിക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ എന്താണ്? അതിൽ നിന്ന് അരോമാറ്റിക് സിറ്റി മാറിയിട്ട് നോൺ അരോമാറ്റിക് കാർബോകാറ്റിയോൺ ആണ് ഉണ്ടാകുന്നത്. ഇതിന് അരീനിയം അയോൺ എന്ന് പറയും. അരീനിയം അയോൺ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന കോമ്പൗണ്ടിൽ സിഗ്മ കോംപ്ലക്സ് ഫോർമേഷൻ നടക്കും. അതായത് അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോഫൈല് ഏതെങ്കിലും ഒരു കാർബൺ ആറ്റത്തിന്റെ മുകളിൽ ഒരു ബോണ്ട് ഫോർമേഷൻ നടന്നിട്ട് അവിടെ ഒരു കാർബോകാറ്റിയോൺ ഫോർമേഷൻ ഉണ്ടാവും. അതെങ്ങനെയാണ്? ഇലക്ട്രോഫൈൽസ് ഈ അരോമാറ്റിക്കില് പൈ 6 ഇലക്ട്രോണിനെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിച്ചാണ്. ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ ഇലക്ട്രോഫൈൽ ഏതെങ്കിലും ഒരു ബോണ്ടിലേക്ക് മാറുമ്പോൾ ഇവിടെയുള്ള പൈ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ ഒരു ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. ഇനി ഈ അരോമാറ്റിക് കാർബോകാറ്റിയോൺ എന്താണ്? സ്റ്റെബിലൈസ്ഡ് ആണ്. ബിക്കോസ് ഓഫ് ദിസ് റെസൊണൻസ് സ്ട്രക്ചർ ഇറ്റ് ഈസ് സിഗ്മ കോംപ്ലക്സ് ഈസ് മോർ സ്റ്റേബിൾ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? നെക്സ്റ്റ് സ്റ്റെപ്പിൽ സംഭവിക്കുന്നത് പ്രോട്ടോൺ ഈസ് റിമൂവ്ഡ് ഫ്രം ദി കാർബൺ ആറ്റം ഓഫ് ദ കാർബോകാറ്റിയോൺ ദാറ്റ് ബിയേഴ്സ് ദി ഇലക്ട്രോഫൈൽ. ഇലക്ട്രോഫൈലുള്ള കാർബൺ ആറ്റത്തിന്റെ മുകളിൽ ഹൈഡ്രജൻ അല്ല പ്രോട്ടോൺ ആയിട്ട് ആര് ഇതിൽ ഉപയോഗിക്കുന്ന ബേസ് അതിനെ അബ്സ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? അതിന്റെ അരോമാറ്റിസിറ്റി അത് റീസ്റ്റോർ ചെയ്യും. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദിസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് എന്താണ് സംഭവിക്കുന്നത്? പിന്നെ ഇലക്ട്രോഫൈൽ ഫോർമേഷൻ നടക്കും. ദെൻ എന്ത് സംഭവിക്കും? ഒരു ഇലക്ട്രോഫൈലും ആ ക്ലൗഡും ക്ലൗഡും തമ്മിലൊരു പൈ കോംപ്ലക്സ് ഫോം ചെയ്യും. പിന്നെ പൈ കോംപ്ലക്സിനൊരു കാർബോകാറ്റിയോൺ ദാറ്റ് ഈസ് അരീനിയം അയോൺ ഓർ സിഗ്മ കോംപ്ലക്സ് ഫോർമേഷൻ നടക്കും. പിന്നെ ആ സിഗ്മ കോംപ്ലക്സ് ഫോർമേഷന് പിന്നെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോഫൈൽ ഏത് കാർബൺ ആറ്റത്തിന്റെ മുകളിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ആ കാർബൺ ആറ്റത്തിന്റെ മുകളിൽ പ്രോട്ടോൺ ഈസ് അബ്സ്ട്രാക്റ്റഡ് ബൈ എ ബേസ് ആൻഡ് വിൽ റിട്ടൈൻ ദാറ്റ് അരോമാറ്റിസിറ്റി. ഇനി ഓരോ അരോമാറ്റിക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ഉദാഹരണം വെച്ചിട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് ഹാലോജിനേഷൻ. എന്താണ് ഹാലോജിനേഷൻ എന്ന് പറയുന്നത്? ഏതെങ്കിലും ഹാലോജൻ ഗ്രൂപ്പ് ബെൻസീന്റെ മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹാലോജിനേഷൻ എന്ന് പറയുന്നത്. ഹാലോജിനേഷനിൽ ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് എ ലൂയിസ് ആസിഡ് ആണ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്.
chlorine in the presence of a Lewis acid. ഏതെങ്കിലും commonly known as halogen carrier ആണ് Lewis acid ആയിട്ട് ആക്ട് ചെയ്യുന്നത്. KAlCl3 or FeCl3 ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, sorry. Fluorination is so fast it requires special condition and special types of apparatus. Fluorination ഇത് നമ്മൾ ക്ലോറിനേഷൻ പറഞ്ഞ ബ്രോമിനേഷൻ ആണ്. ബ്രോമിനും ഏതെങ്കിലും പിന്നെ എന്താണ് Lewis acid, that is bromine containing Lewis acid ആയിരിക്കും. പിന്നെ ഫ്ലൂറിനേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്ന റിയാക്ഷൻ. സോ ഇതിന് സ്പെഷ്യൽ അപ്പാരറ്റസും സ്പെഷ്യൽ കണ്ടീഷൻ എല്ലാം നടക്കണം. സോ ഫാസ്റ്റ് ആയിട്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. സോ ഈസ് നോട്ട് കൺട്രോളബിൾ റിയാക്ഷൻ അല്ല. സോ കൺട്രോളബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വി വിൽ നോട്ട് ഗോയിങ് ടു ഗെറ്റ് എ മോണോ ഫ്ലൂറോ കോമ്പൗണ്ട് കിട്ടൂല. കുറെ ഫ്ലൂറിൻ അവിടെ ഇവിടെയെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കും. ഒന്നുകിൽ ഓൺലി മോണോ ഡൈഫ്ലൂറോ ആവാം, അല്ലെങ്കിൽ ട്രൈഫ്ലൂറോ ആവാം. പക്ഷെങ്കിൽ ഓൺലി മോണോഫ്ലൂറോ കിട്ടണമെങ്കിൽ ദാറ്റ് ഈസ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അയഡിനുമായിട്ടുള്ള റിയാക്ഷൻ ഈസ് വെരി സ്ലോ ആണ്, ഇതിന്റെ റിവേഴ്സിബിളും ആണ്. ആൻഡ് സോ ആ റിവേഴ്സിബിൾ ആയതുകൊണ്ട് തന്നെ that should be conducted in the presence of an oxidizing agent like iodic acid or nitric acid to bring out the oxidative destruction of HI. അതിന് ഓക്സിഡേറ്റീവ് ഡിസ്ട്രക്ഷൻ ഓക്സിഡൈസിങ് ഏജന്റിന്റെ പ്രസൻസിൽ മാത്രം. കാരണം ആ റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ ആയ ആ റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കാതിരിക്കാൻ വേണ്ടിച്ച് എന്നാണ് ഈ ഇങ്ങനത്തെ കണ്ടീഷനിൽ ചെയ്യേണ്ടി വരുന്നത്. നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത് ഗെറ്റ് ഓക്സിഡേഷൻ. കാരണം എന്താണ്, ഇത് റിവേഴ്സിബിൾ. ഈ HI ഉണ്ട് അല്ലെ, ആ HIനെ I2 ആയിട്ട് മാറ്റുന്ന പ്രോസസ്സിങ് കൂടെ അവിടെ നടന്നിരിക്കണം. ഇനി മെക്കാനിസം പറയാം. അരോമാറ്റിക് ഹാലജനേഷന്റെ മെക്കാനിസത്തിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താ, ജനറേഷൻ ഓഫ് ദ ഇലക്ട്രോഫൈൽ. എങ്ങനെയാണ് ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞ ഒരു ക്ലോറിനും ഉണ്ടാവും, ക്ലോറിൻ മോളിക്യൂളും ഉണ്ടാവും, ഒരു ലെവിസ് ആസിഡ് ദാറ്റ് വിൽ കണ്ടെയ്നിങ് ക്ലോറിൻ ബിയറിംഗ് ലെവിസ് ആസിഡ് ആയിരിക്കും. അപ്പൊ അതെന്താണ്, ഇവിടെ ലെവിസ് ആസിഡ് ആയിട്ട് ഫെറിക് ക്ലോറൈഡ് ആണ്. അപ്പം ക്ലോറിനും ഫ്ലെറിക് ക്ലോറൈഡും വിൽ റിയാക്ട് വിത്ത് ഇങ്ങനെയൊരു ഫോർമേഷൻ നടക്കും. ദെൻ ക്ലോറോണിയം അയോൺ ഫോർമേഷൻ നടക്കും. ഇവിടെ നിന്ന് എന്താണ്, ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് ഈ ഒരു കോമ്പൗണ്ട് ഫോർമേഷൻ നടക്കും. അപ്പോൾ ക്ലോറോണിയം അയോൺ നമുക്ക് കിട്ടും. അല്ലാണ്ട് നമുക്ക് വെറും ക്ലോറോണിയം അയോൺ കിട്ടാൻ വിൽ ബി ഡിഫിക്കൽട്ട് ആയിരിക്കും. ആ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് അരീനിയം അയോൺ. ഈ ക്ലോറോണിയം അയോൺ ഇത് പൈ കോംപ്ലക്സ് ഫോർമേഷൻ നടക്കും അല്ലെ, പൈ കോംപ്ലക്സ് ഫോർമേഷൻ നടക്കും. എന്നിട്ട് നമുക്ക് എന്താ പറഞ്ഞത്, അതിൽ നിന്ന് ഏതെങ്കിലും പിന്നെ പൈ കോംപ്ലക്സിന് ഏതെങ്കിലും ഒരു കാർബൺ ആറ്റത്തിന്റെ മുകളിൽ ഇത് അറ്റാച്ച് ചെയ്തിട്ട് എങ്ങനെ അറ്റാച്ച് ചെയ്യും, ഈ പൈ കോംപ്ലക്സിലെ 6 സെറ്റിന്ന് ഏതെങ്കിലും ഷെയർഡ് പെയർ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തിച്ച് ഒരു കാർബോകാറ്റയോൺ ഫോർമേഷൻ നടക്കുന്ന പറഞ്ഞു. അതാണ് ഇവിടെ കാണിക്കുന്നത്. ക്ലോറോണിയം അയോണ് ഈ ബെൻസീനിലെ ഒരു ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ ക്ലോറിനും H ഉണ്ടായി, ഇവിടെ ഒരു കാർബോകാറ്റയോൺ ഉണ്ടായി. ആ കാർബോകാറ്റയോൺ എന്താണ് സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. റെസണൻസിലൂടെ സിഗ്മ കോംപ്ലക്സ് ഫോർമേഷൻ നടന്നത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ലോസ് ഓഫ് പ്രോട്ടോൺ ഫ്രം ദ സിഗ്മ കോംപ്ലക്സ്. അതിൽ നിന്നുള്ള, അതായത് നമുക്ക് ഓൾറെഡി ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൽ ഒരു ബേസ് ഫോർമേഷൻ നടന്നിട്ടുണ്ട്. Cl3 FeCl3 Cl എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് F മൈനസ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്താണ് ഇത് ഇങ്ങോട്ടേക്ക് പോകും. F മൈനസ് ആയിട്ട് ക്ലോറിനിലോട്ട് പോയിട്ട് ആ ക്ലോറിന് ഒരു H ഇങ്ങോട്ടേക്ക് പോയിട്ട് എന്ത് ഫോം ചെയ്യും, HCl ഫോർമേഷൻ നടക്കും. ക്ലോറോ ബെൻസിൻ ഫോർമേഷനും HCl ആൻഡ് FeCl3 നമുക്ക് കിട്ടും. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്. ബ്രോമിനേഷന്റെ സ്റ്റെപ്പും ആസ് ലൈക്ക് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഇനി നെക്സ്റ്റ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നൈട്രേഷൻ എന്ന് പറയുന്നത്. അതിൽ എന്താണ് ഹാലജൻ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൽ ഹൈഡ്രജൻ മാറിയിട്ട് NO2 ഗ്രൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ നൈട്രേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്താണ് യൂസ് ചെയ്യുന്നത്, നൈട്രിക് ആസിഡ് HNO3 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ നമുക്ക് കാണാം. HNO3യും ഒരു H2SO4ഉം വേണം. HNO3
പ്ലസ് H2SO4 ആണ് നടക്കുന്നത്. അതിൽ എന്താണ് പറയുന്നത്? HNO3 accept a proton from H2SO4. H2SO4 എന്നൊരു പ്രോട്ടോൺ ആഡ് ചെയ്ത് ആൻഡ് ദിസ് പ്രോട്ടോണേറ്റഡ് ഫോം ഡിസോസിയേറ്റ്, ഈ ഒരു പ്രോട്ടോണേറ്റഡ് ഫോം ഡിസോസിയേറ്റ് ചെയ്ത് ചെന്ന് ഉണ്ടാവും H2Oവും NO2 ഉണ്ടാവും. അങ്ങനെയാണ് ഈ NO2 പ്ലസ് അയോൺസ് ഉണ്ടാകുന്നത്. H2SO4 എന്നൊരു ഹൈഡ്രജന് അബ്സ്ട്രാക്ട് ചെയ്ത് H2NO3 പ്ലസ് എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ദാറ്റ് വിൽ ഡിസോസിയേറ്റ് ഇൻ ടു ഫോം H2O ആൻഡ് NO2 പ്ലസ്. NO2 ഇനി എന്താണ്? കാർബോകാറ്റയോൺ ആദ്യം ഒരു 5 കോംപ്ലക്സ് ഫോം ചെയ്യും, പിന്നെ ഒരു സിഗ്മ കോംപ്ലക്സ് ഫോർമേഷൻ, കാർബോകാറ്റയോൺ ഫോർമേഷൻ, സെയിം ആസ് ലൈക്ക് ക്ലോറിനേഷനിൽ പറഞ്ഞതുപോലെ തന്നെ. ഇനി ലാസ്റ്റ് എന്താണ്? ഒരു ബേസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഏതാണ് ബേസ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? HSO4 ആണ്. ആ HSO4 എന്താണ്? ഇതിൽ നിന്നുള്ള ഒരു ഹൈഡ്രജൻ, ഏത് ഹൈഡ്രജൻ ആയിരിക്കും അത്? NO2 ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാർബണിന്റെ മുകളിലുള്ള പ്രോട്ടോണിനെ ഈ HSO4 എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഇവിടെ അരോമാറ്റിസിറ്റി റിട്ടേൺ ചെയ്യും. NO2 ഉണ്ടായി, H2SO4 ഉണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സൾഫോണേഷൻ ആണ്. സൾഫോണേഷൻ എന്താണ്? Benzene when treated with humic sulfuric acid at ordinary temperature yield benzene sulfonic acid. ഇതാണ് ഉണ്ടാകുന്നത് humic sulfuric acid. Humic sulfuric acid is a sodium which is a concentrated sulfuric acid additionally contain dissolved SO3. And the reaction called sulfonation. ഈ പ്രോസസ്സിനെയാണ് സൾഫോണേഷൻ എന്ന് പറയുന്നത്. In the presence of concentrated H2SO4 ആണ് നടക്കുന്നത്, ബട്ട് മോർ സ്ലോലി ആണ് ഈ വി ആർ യൂസിങ് കോൺസെൻട്രേറ്റഡ് H2SO4. സൾഫോണിക് ആസിഡ് ഗ്രൂപ്പാണ് ഇവിടെ പിന്നെ ആഡ് ചെയ്യപ്പെടുന്നത്, SO3H. And sulfonation is a reversible reaction and irrespective whether it is carried out with concentrated or fumic sulfuric acid, the electrophile appears to be sulfur dioxide. പിന്നെ സൾഫോണേഷൻ ഇസ് എന്താണ് പറഞ്ഞത്? ഇറ്റ് ഈസ് എൻ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഈ മെക്കാനിസത്തിന്റെ കാര്യം പറയുമ്പോൾ ഫസ്റ്റ് എന്താണ്? ഇലക്ട്രോഫൈൽ ജനറേഷൻ ആണ്. ഏതാണ്? ഇലക്ട്രോഫൈൽ SO3 ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ കോൺസെൻട്രേറ്റഡ് H2SO4 by the following manner in which H2S act as a both acid and base in auto ionization. നമുക്കറിയാം ഓട്ടോ അയണൈസേഷൻ പ്രോസസ് എല്ലാം നമുക്ക് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. H2SO4 തന്നെ ഒന്നുകിൽ ഒന്ന് പോസിറ്റീവായും ഒന്ന് നെഗറ്റീവായിട്ട് രണ്ടും തമ്മിൽ സെയിം മോളിക്യൂൾ തമ്മിൽ ഉണ്ടാകുന്ന പ്രോസസ് ഓട്ടോ അയണൈസേഷൻ എന്ന് പറയുന്നത്. ഓട്ടോ അയണൈസേഷൻ പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നത്? H3O പ്ലസും SO3യും കിട്ടും. ഇലക്ട്രോഫൈൽ സെന്റർ SO3 ഈസ് എ സൾഫർ ആറ്റം. ഇതിൽ SO3യിലെ ഇലക്ട്രോഫൈലിന്റെ സെന്റർ എന്ന് പറയുന്നത് SO3 ആറ്റാണ് ഉണ്ടാകുന്നത്, SO3 മോളിക്യൂൾ ആണ് ഉണ്ടാകുന്നത്. അതിൽ സൾഫർ ആറ്റമാണ് എന്ത് ഇലക്ട്രോഫിലിക് സെന്റർ എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ എന്ന് നമുക്ക് അത് മനസ്സിലാവും. എന്താണ് കണ്ട? പാർഷ്യലി പിന്നെ പോസിറ്റീവ് ചാർജാണ് സൾഫറിന് ഈ സ്ട്രക്ചർ SO3യിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഫോർമേഷനോ അരീനിയം അയോൺ ആണ്. 5 കോംപ്ലക്സ് ഫോർമേഷൻ നടത്തുന്നത് എന്താ? HSO3 മൈനസ് എന്നുള്ള ഈ ഒരു രീതിയിൽ ഹൈബ്രിഡൈസ്ഡ് ഫോം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലോസ് ഓഫ് പ്രോട്ടോൺ ഫോർമേഷൻ കോംപ്ലക്സ് നടത്തുന്ന ലാസ്റ്റ് സ്റ്റെപ്പ് അല്ല, തേർഡ് സ്റ്റെപ്പാണ് ഇവിടെ. അതിൽ SO3 മൈനസ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അവിടെ SO3 എന്നാണ് ന്യൂട്രൽ കോമ്പൗണ്ട് ആണ്. പക്ഷേ SO3 ഇവിടെ അറ്റാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത് SO3 മൈനസ് ആയിട്ട് മാറും. അപ്പോൾ ഈ SO3 മൈനസിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹൈഡ്രജനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഇടുന്ന H3O പ്ലസ് ഓൾറെഡി നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. H3O പ്ലസ് അങ്ങനെ ബെൻസീൻ സൾഫോണിക് ആസിഡ്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പാണ്. നമ്മളിപ്പം ബ്രോമിനേഷൻ നൈട്രേഷനിലും പറഞ്ഞ പോലെയല്ല ഇവിടെ സംഭവിക്കുന്നത്, വേറെ ടൈപ്പിലാണ് ഇവിടെ നടക്കുന്നത്. SO3 ഉണ്ടായിട്ട് HSO3 ആയിട്ട് മാറി ചെല്ല ഫോർമേഷൻ നടക്കുന്ന. ആദ്യം SO3 ഉണ്ടായി, ആ SO3 അറ്റാക്ക് ചെയ്ത് SO3 എന്ന് പറയുന്നത് S ആണ്, സൾഫർ ആറ്റാണ് അവിടെ എന്താണ് ഇലക്ട്രോഫിലിക് സെന്റർ. പിന്നെ SO3 അത് അറ്റാച്ച് ചെയ്യുമ്പോൾ SO3 മൈനസ് ആവും. കാരണം ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇനി SO3 മൈനസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പിന്നെ പ്രോട്ടോൺ എക്സ്ട്രാക്ഷൻ ബൈ ബേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? H3O പ്ലസ് H പ്ലസ് പിന്നെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് സൾഫോണിക് ആസിഡ് ആയിട്ട് മാറും. നെക്സ്റ്റ് പറയുന്നത് ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ആണ്. ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ substitution, electrophilic substitution reaction of varying
ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ അരീനും അസൈൽ അരീൻസ് ഒക്കെ ഉണ്ടാകുന്ന പ്രിപ്പറേഷനാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ആൽക്കൈൻ ആണ് ഫോർമേഷൻ എങ്കിൽ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ എന്ന് പറയും. അസൈലിലാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അസൈൽ ഗ്രൂപ്പാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ എന്ന് പറയും.